കാൽ നൂറ്റാണ്ട് പിന്നിട്ടിട്ടും നിർമ്മാണം എവിടെയും എത്താത്ത അങ്കമാലി എരുമേലി ശബരി റെയിൽ പദ്ധതി വീണ്ടും ശ്രദ്ധ നേടുന്നു. റെയിൽപാതയുടെ നിർമ്മാണം ഏറ്റെടുക്കാൻ സന്നദ്ധത അറിയിച്ച കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുല്യവിഹിതമെടുത്ത് നടത്തുന്ന പദ്ധതി ഇരു സർക്കാരുകളുടെയും തുല്യ പങ്കാളിത്തം എന്ന നിലയ്ക്ക് ഏൽപ്പിക്കണമെന്ന് കെ-റെയിൽ സംസ്ഥാന സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. അങ്കമാലിയിൽ നിന്നും എരുമേലി പുനലൂർ വഴി തിരുവനന്തപുരത്തേക്ക് പോകുന്ന റെയിൽപാതയുടെ ഒന്നാം ഘട്ടമാണ് അങ്കമാലി എരുമേലി റെയിൽ പദ്ധതി. 111 കിലോമീറ്ററാണ് അങ്കമാലി എരുമേലി ശബരി റെയിൽ പദ്ധതി. 1996 ഇതിന്റെ പ്രാഥമിക സർവേ നടന്നത്. 97 പദ്ധതിക്ക് റെയിൽവേ അനുമതി നൽകുകയും ചെയ്തു. അങ്കമാലി മുതൽ കാലടി വരെ 11 കിലോമീറ്റർ റെയിൽപാതയും ഒരു പാലവും കാലടിയിൽ റെയിൽവേ സ്റ്റേഷനും പണിതു. പിന്നീട് പദ്ധതി മുന്നോട്ട് പോയിരുന്നില്ല. 3800 കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവ്. പകുതി ചെലവ് സംസ്ഥാന സർക്കാർ വഹിക്കാമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തെ അറിയിച്ചതോടെയാണ് പദ്ധതി വീണ്ടും ശ്രദ്ധാകേന്ദ്രമാകുന്നത്. അങ്കമാലി, കാലടി, പെരുമ്പാവൂർ, ഓടക്കാലി, കോതമംഗലം, മൂവാറ്റുപുഴ, വാഴക്കുളം, തൊടുപുഴ, കരിങ്കുന്നം, രാമപുരം, ഭരണങ്ങാനം, ചെമ്മലമറ്റം, കാഞ്ഞിരപ്പള്ളി റോഡ്, എരുമേലി എന്നിങ്ങനെ 14 സ്റ്റേഷനുകളാണ് ഒന്നാം ഘട്ടത്തിലുള്ളത്. ദക്ഷിണേന്ത്യയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിലേക്ക് തീർത്ഥാടകർക്ക് യാത്രാ സൗകര്യമൊരുക്കുന്നതിനൊപ്പം മധ്യ തെക്കൻ കേരളത്തിലെ ജനങ്ങളുടെ ചിരകാല അഭിലാഷവുമാണ് ശബരിപാത. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.